എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കേശുവിന് വെക്കേഷൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കലൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇനി എനിക്ക് തിരിച്ചു പിടിക്കണം. നമ്മൾ ഈ മടി വന്ന് കുറച്ച് ലേറ്റായിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാലേ പിന്നെ അത് തന്നെ അങ്ങ് ശീലമായി പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. 200 രൂപയ്ക്ക് വാങ്ങിച്ച തേങ്ങയാണ് അവിടെ കിടന്നത്. ഈശ്വര, പണ്ട് ഇങ്ങനെ തേങ്ങ വെട്ടിക്കൂട്ടി ഇടുമ്പോഴുണ്ടല്ലോ ഭയങ്കര മടിയാണ്. തേങ്ങ പറക്കിക്കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇടണം. അതിന് ഞാനും അവളും കൂടെ കാണിക്കണ തരികിട പരിപാടികൾ എന്തൊക്കെ ചെയ്യുമായിരുന്നെന്നറിയുമ്പോൾ അമ്മ ഇങ്ങനെ വിളിക്കും, ദാ തേങ്ങ പറക്കിയിടാൻ വാ, രണ്ടുപേരും വാ എന്ന് പറയും. ഭയങ്കര ദേഷ്യമാണ്. അപ്പോഴമ്മ പറയുമായിരുന്നു, ഒരു സമയത്ത് നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുമെന്ന്. അവരാ ശാപം ഇത്രയും ഇങ്ങനെ രീതിയിൽ വലിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അതുപോലെ തന്നെ വീടിൻ്റെ 4 ചുറ്റും തൂക്കാനുണ്ടായിരുന്നേ. തൂക്കണ സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ തൂക്കാനായിട്ടെ. അപ്പോഴേക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ശ്രീദേവി, തൊട്ടടുത്ത് തന്നെ. അവൾക്കാണെങ്കിൽ മുറ്റം ഇല്ല, തൂക്കാൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവളെ വീട്ടിൽ പോകുമ്പോൾ അവളിങ്ങനെ അവൻ്റെ ഫ്രണ്ട് ഇച്ചിരി ഭാഗം മാത്രം തൂത്തിടണ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് കേട്ടോ. നമുക്കാണെങ്കിൽ അങ്ങ് കിടക്കയില്ലേ 4 വശത്ത്. അന്ന് 12 സെൻറ്റിലാണ് വീടിരിക്കുന്നത്. അപ്പോഴതും ദേഷ്യമാണ്. ശ്രീദേവിക്കാണെങ്കിൽ തൂക്കാനായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ, നമുക്കാണെങ്കിൽ എന്തുമാത്രം സ്ഥലമുണ്ട്. തൂത്താല് തീരൂല. അമ്മ കാണാത്ത എന്തെന്ന് അറിയുമ്പോൾ തൂത്തുകൊണ്ട് പോയിട്ട് ചെടിയുടെ ഇടയിലോട്ടൊക്കെ അങ്ങനെ പതുക്കെ അതങ്ങ് കയറ്റി വയ്ക്കും ചവറ്. അതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. അപ്പോഴും അമ്മ പറയും, നിങ്ങൾ കുറച്ചും കൂടെ സങ്കടപ്പെട്ട് പറഞ്ഞു, അപ്പം ദൈവം പെട്ടെന്നങ്ങ് വിളി കേൾക്കുമെന്ന്. അതുപോലെ തന്നെ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ദൈവം വിളി കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും നല്ല കാര്യം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൈൻഡ് പോലും ചെയ്യൂല. ഇങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് അക്ഷരം പ്രതിതാണ്. അക്ഷരം തെറ്റാതെ നടത്തി തരുകയും ചെയ്യും. ഇപ്പം തൂക്കാൻ മിറ്റവുമില്ല, അവിടെ ഇവിടെ ഇത്തിരിയല്ലേ ഉള്ളൂ. അങ്ങനെ രാവിലെ നല്ല ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശയും ഉണ്ടാക്കി ചമ്മന്തി കറിയും ആക്കി വെച്ചേ. അപ്പോൾ കേശുവിനല്ല ചേട്ടന് പോകാനായിട്ടൊക്കെ ഉള്ള സമയം ആയിട്ടുണ്ട്. അങ്ങനെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ കെട്ടിയവന്. ദോശ നീ ചമ്മന്തിക്കറി ആക്കിയല്ല, ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. എന്ത് പറ്റി എന്ന് അറിഞ്ഞുകൂടാന്ന് പറയാനും പറ്റൂല. ഞാൻ കടയിലിരുന്നാൽ ചേട്ടൻ ഇതുപോലൊരു സന്തോഷമുള്ള കാര്യമില്ല കേട്ടോ. അപ്പോഴും പറയും, നീ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെളിയിൽ നൂനെടുക്കണ പാടല്ലേ ഉള്ളൂ, കടയിൽ ആൾ വേണം, നീ കടയിൽ ഇരിയെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ കടയിൽ ചെല്ലാമെന്ന് പറഞ്ഞ് എൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് വന്ന് നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കി തരണത്. അങ്ങനെ ആ കഥവൊക്കെ എല്ലാം അടച്ചു പൂട്ടി ഇനി കടയിലോട്ട് പോകണം. പിന്നെ ഇനി പെരുന്നാളാണ്. അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ ആണ്, പെരുന്നാളിൻ്റെ അന്നത്തേക്കുള്ളത്. അങ്ങനെ ഉച്ചത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു, ഞാൻ കടയിൽ നിൽക്കുന്ന ചേച്ചിയുടെ ഷീജി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ്, ചേച്ചി ഇന്ന് ഊണൊന്നും എടുക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, കോലത്ത് വരെ പോയിട്ട് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി നിന്ന് ഊണ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് താമസിക്കും, കാരണം നല്ല ക്യൂ ആണ്. അല്ലെങ്കിൽ 11:30 പോയി നിൽക്കണം. അപ്പോൾ നമ്മളവിടെ ഗുരുപൂജയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ പോയിട്ട് നമ്മൾ ആ കൂപ്പൺ കാണിച്ചാൽ മതി. അപ്പോൾ ഗുരുപൂജയ്ക്ക് കൊടുത്തതുമായി നമുക്ക് ഊണ് അന്നദാന സമയമാകുമ്പോൾ വേറൊരു നമ്മൾ അന്നദാനത്തിൽ ഇരിക്കുന്ന സ്ഥലമല്ല, അല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമുക്കിങ്ങനെ ഊണിങ്ങ് വാങ്ങിക്കൊണ്ട് വരാം. അതാകുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് കടയിലിരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് നമ്മളെ കടയിൽ നിൽക്കണ നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഇന്ന് നിങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവരും. അവരുടെ പെരുന്നാളല്ലേ, പിറന്നാളെന്നാണ് കേട്ടോ മനസ്സിൽ വന്നത്. അവരുടെ പെരുന്നാൾ ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് എടുക്കണ്ട, ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും ആയില്ലേ. അയ്യോ, കട തുറന്നില്ലടാ. കളിപ്പാട്ട കടകളൊന്നും തുറന്നില്ലടാ കേശുക്കുട്ട, കളിപ്പാട്ട കടകളൊന്നും തുറന്നില്ല. വില കൂടുതലാണ് കേട്ടാ. ഇനി അത് ചോദിക്കരുത്. ഓടെ അപ്പുറത്ത് അങ്ങനെ കേശുക്കുട്ടനുമായിട്ടല്ലേ കടയിൽ പോയതും. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവന് കളിപ്പാട്ടം വേണം, ഇട്ടാപ്പൊട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അയ്യോ അതിൻ്റെ ഭയങ്കര ഭ്രാന്തായി കേട്ടോ. സത്യം പറഞ്ഞാലും നമ്മളത് വാങ്ങി നമ്മളും ഇങ്ങനെ വെറുതെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണേ അത്. അങ്ങനെ അത് വാങ്ങണമെന്ന് പറഞ്ഞ് അവനൊരു ചെറുതായിട്ട് ചിണുങ്ങിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉത്സവ പറമ്പിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ കളിപ്പാട്ട കടയൊക്കെ തുറക്കണതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെയും ചോദിച്ചപ്പോഴേക്ക് അങ്കിള് അത് എടുത്ത് തന്ന്, കട തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്കുള്ളത് എടുത്ത് തന്ന്. 10 രൂപയായിരുന്നേ അതിൻ്റെ റേറ്റ്. ഇപ്പം അതിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോഴേക്ക് ആൾ ടക്കന അതിൻ്റെ റേറ്റ് കൂട്ടി 20 ആക്കി.
അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് കുറേ കുപ്പിവെള്ളം ഇരിക്കണം കേട്ടോ. പണ്ടിട്ട ഓർമ്മയാണ്, എത്ര വർഷമായി എന്നറിയുമ്പോൾ. പണ്ട് പല കളർ കുപ്പിവെള്ളം ഇങ്ങനെ കൈ നിറയെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയപ്പോഴേ എനിക്കൊരു മനസ്സിലുണ്ട്, അങ്ങോട്ട് പോയപ്പോഴേന്നല്ലോ എന്ന് ഇതുവഴിയല്ലേ പോകുന്നത്, അപ്പോഴിങ്ങനെ പല കളറിൽ കുപ്പിവെള്ളം ഇരിക്കണ കണ്ടപ്പോഴേ ഭയങ്കര ഒരു കൊതി തോന്നി. നമ്മളിപ്പോൾ ഫാൻസിയിലൊക്കെ കയറിയാൽ ഇങ്ങനെ കുപ്പിവെള്ളം, ഒറിജിനൽ കുപ്പിവെള്ളം ഉണ്ടല്ലോ, ആ മിനിക്കും അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലതാ. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുപ്പിവെള്ളം ഇപ്പോൾ അങ്ങനെ കാണാനില്ലായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരാഗ്രഹം ഇടണമെന്ന്. അങ്ങനെ ഞാൻ ഈ ബ്ലാക്ക് കളർ കുപ്പിവെള്ളം വാങ്ങിയതാണേ. കുപ്പിവെള്ളം ഒരു ഡസന് 40 രൂപയായിരുന്നു. അപ്പോൾ ഈ ഒരു ഡസൻ വാങ്ങി കയ്യിലിട്ടുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര മടി. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അര ഡസൻ മതിയെന്ന് പറഞ്ഞിട്ട് 6 എണ്ണം വാങ്ങിച്ച് 20 രൂപയായിരുന്നു. കേശുദാ കൊണ്ട് വന്ന ഉടനെ ഇട്ടാ പൊട്ടി അവിടെ ഇട്ട് പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു വണ്ടി വരുമ്പോഴേക്ക് പൊട്ടിക്കാൻ പാടില്ല, ആൾ നടന്നു പോകുമ്പോൾ പൊട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കേശു അതെല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ് അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് നിൽക്കണത്. അത് പൊട്ടിച്ചാലേ പൊട്ടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ അവിടെ അറിയണ്ട, അവിടെ പാട് തൂക്കാൻ റോഡ് എറിഞ്ഞോ. 10 രൂപയായിരുന്നു, ഇപ്പൊ അങ്ങനെ വില കൂട്ടിക്കളഞ്ഞ് 20 ആക്കി. വണ്ടി 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 പോട്ട് വണ്ടി പോട്ട് വണ്ടി പോട്ട്. അങ്ങനെ ഇട്ടാപ്പൊട്ടിയൊക്കെ പൊട്ടിച്ചിരുന്ന ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് അവർ നമുക്കുള്ള ഫുഡ് കൊണ്ടുവന്നേ. ഈ കാസറോളിലെ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, സലാഡ്, അച്ചാർ എല്ലാം ആയിട്ടാണ് സൈറ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കഴിക്കാനായിട്ടുള്ള പ്ലേറ്റ് അവരെടുത്തില്ല. അങ്ങനെ സൈറയുടെ ഹസ്ബൻഡ് ആ പ്ലേറ്റ്, പേപ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പം ഹാപ്പി ഈദ് മുബാരക് അങ്ങനെയല്ലേ പറയണത്. കേശു എന്ത് ചെയ്യുന്നറിയാമോ, കേശു അച്ഛനും കൂടെ മൺവിളയിലെ ഷോപ്പിൽ ഇരിക്കുകയാണ്. നമുക്ക് മുബീനും ഇന്ന് ലീവല്ലേ, മൺവിളയിലെ ഷോപ്പിൽ അവനാണ് ഇരിക്കുന്നത്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് അവന് ലീവാണ്. ഇപ്പോൾ സേറ നമുക്കുള്ള ഈ ഫുഡുമായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അച്ഛനും മോനും ഇന്ന് മൺവിളത്തെ കടയിലാണ് അവർക്കുള്ള ഡ്യൂട്ടി. അവരങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവരും കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ കേശു ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ സമയം തൊട്ട് സേറത്ത കൊണ്ടുവരും മോനെ, നമുക്ക് ഇന്ന് ബിരിയാണി സേറത്തേരെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയം തൊട്ട് കേശു ഇങ്ങനെ തടി കൈയും കൊടുത്ത് നോക്കിയിരിക്കുകയായിരുന്നു. അമ്മ എപ്പോൾ വരും സേറത്ത, എപ്പോൾ വരും, മുബീക്ക വരൂല്ലേ, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു മോൻ പോണെങ്കിൽ പോയിക്കോ. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിവിടെ കുളത്തൂർ കടയിലായിരിക്കും മിക്കവാറും ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു സുഖം. മൺവിളയിലേക്ക് ഇത്രയും അങ്ങനെ കടയിൽ, ഇപ്പോൾ പുതിയ കടയിൽ കാണുന്നുണ്ടെങ്കിലും എനിക്ക് നമ്മുടെ പഴയ കടയിൽ ഇരുന്നാലേ ഒരു തൃപ്തി വരുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് കേശു കുണ്ടണി കാണിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്കും, ഞാൻ പറയുന്നത് അച്ഛൻ്റെ കൂടെ പൊയ്ക്കോ, അങ്ങ് പൊയ്ക്കോ എന്ന് പറയും. അവിടെ നിന്ന് എന്തെങ്കിലും കുണ്ടണി കാണിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങോട്ടേക്കും. പാവം, എനിക്ക് പിന്നീട് സങ്കടം തോന്നി കേട്ടോ. മോനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, കുരുത്തക്കേടെന്ന് വെച്ചാൽ കുരുത്തക്കേട്ടിൻ്റെ അങ്ങറ്റമാണ് ആശാനം. അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പോഴേക്ക് ആളെത്തിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ ഒരു പേപ്പറൊക്കെ വിരിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞു കേശുവിൻ്റെ അടുത്ത്. കേശുവിനാണെങ്കിൽ ബിരിയാണി അവൻ്റെ ഫേവറേറ്റും കൂടെയാണ്. അങ്ങനെ ആളിരിക്കുകയാണ്. പിന്നെ ഈ പെരുന്നാൾ, നോമ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴും തന്നെ മോൻ അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടെങ്കിൽ ആളിന് അറിവായത് ഇപ്പോഴൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നോമ്പ് ചിക്കൻ അതൊക്കെയാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നത്. ഞങ്ങൾ നോമ്പെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല കേട്ടോ. 27 രാവിലെ ഉള്ള നോമ്പ് പിടിക്കാമെന്ന് വെച്ചിട്ട് അത് നടന്നില്ല. അപ്പോഴും കേശു പിറ്റേന്ന് വെച്ചിട്ട് അമ്മ നോമ്പ് പിടിക്കണം. അവൻ്റെ വിചാരമെന്ന് വെച്ചാൽ നോമ്പെന്ന് പറഞ്ഞാൽ ചിക്കൻ കഴിക്കാം, ഐസ്ക്രീം കുടിക്കാം, അതാണ് നോമ്പെന്ന്. അപ്പോൾ അന്ന് നോമ്പെടുത്തെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. രാവിലെ ആഹാരമൊക്കെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പിന് ഇങ്ങനെയാണ് കഴിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞാണ് അന്ന് തീറ്റിച്ചത്. അങ്ങനെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്താ ഇങ്ങനെ കഴിക്കാൻ പോണത്. അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമെന്നല്ലാണ്ട് ഇതുപോലെ അവർ തന്നെ കൊണ്ടുവന്ന് തരണത് ആദ്യമായിട്ടാണ്.
അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു, ചെറുതിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുസ്ലിം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പിന്നീട് ആയപ്പോഴത്തേക്ക് അവർ കുറവായിരുന്നു, നമ്മുടെ അങ്ങനെ നമുക്ക് അത്രയും അടുപ്പമുള്ള ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിരുന്നാലും അവർ കുറവാണ്, അങ്ങനെ മുസ്ലിങ്ങൾ അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ചേട്ടനെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ചേട്ടന് കുറേ ഫ്രണ്ട്സുണ്ട്. പിന്നെ അവർ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ ചേട്ടൻ അങ്ങനെ ഈ ഇതിന് എന്താ പറയുക റംസാനൊക്കെ അങ്ങനെ പോയി കഴിച്ച അനുഭവമൊക്കെ ചേട്ടൻ പറയണത് കേൾക്കാം. അതുപോലെ തന്നെ കൊഞ്ചരവിലായിരുന്ന സമയത്ത് അമ്മ പറയണ കേൾക്കാം. അമ്മേരൊക്കെ വീടിനടുത്ത് ഒരു ആൻറ്റി ഇതുപോലെ ഒരു ഇത്ത ഉണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾ വരുമ്പോൾ കോളാണ്, അവരെല്ലാം കൊണ്ട് തരും, ഒന്നും വേവിക്കേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണേ. അത് ഇടത്ത് കേട്ടാണ് ആളാണെന്നല്ലേ. മതിയാ മോൻ, മതിയും കിണീര് പിന്നീട് കഴിക്കാൻ. ചേച്ചിയുടെ പോളിങ് പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ പോളിങ് ഉള്ള കുട്ടിയാണ്, നമുക്കത് അറിയാം. ആ പപ്പടമൊക്കെ കഴിച്ച് സലാഡൊക്കെ വെച്ചിട്ട് അങ്ങ് കയറട്ടെ, പോളിങ് കയറട്ടെ. നോമ്പിൻ്റെ ക്ഷീണം മാറണം, തടിച്ച് കൊഴുക്കണം. ചേച്ചി നിങ്ങളെ ഉൾപ്പെടെ. നിങ്ങളെവിടെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി മീറ്റു, നമ്മളും അങ്ങനെ ആകുന്നുണ്ട്. ചേരാ എവിടെ? ഹായ്. അങ്ങനെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ അതങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ് സത്യം പറഞ്ഞ് ഇനി കാണിക്കാൻ പോകുന്നത് തലേ ദിവസത്തേതായിരുന്നു കേട്ടോ. പെരുന്നാൾ തിങ്കളാഴ്ചയല്ലേ, ഇത് ഞായറാഴ്ചയിലെന്ന് ഞങ്ങൾ അയലത്തോട്ട് പോവുകയാണ്. അയലത്ത് എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം വരണ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒട്ടും സമയമില്ലാത്ത ദിവസമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 2 കടയും കൂടെ ആയതുകൊണ്ട് ഒരു കാര്യവും നടക്കൂല. അപ്പോൾ ഞായറാഴ്ച എനിക്ക് വീണ്ടും എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അയലത്ത് എത്താറായി. അപ്പോൾ ഇനി നേരെ അവിടെ ചെന്നിട്ട് എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ല ശനിയാഴ്ച പോകാൻ പറ്റില്ല, എനിക്കാണെങ്കിൽ കല്യാണത്തിന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടക്കൂല. നമ്മുടെ സാഹചര്യങ്ങളും കൂടെ നോക്കണ്ടേ, പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാർക്കുള്ള കുഴപ്പങ്ങളൊക്കെ ഇത് തന്നെ, നമുക്കിങ്ങനെ എല്ലാ കാര്യത്തിനും പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ കേശ് ആദ്യമായിട്ടാണ് ഇവിടെ വരണത് കേട്ടോ. വല്യച്ഛൻ മരിച്ചുപോയി, ഇപ്പോൾ വല്യമ്മയേ ഉള്ളൂ, വല്യമ്മയും ചേച്ചിയൊക്കെ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കല്യാണപ്പെണ്ണില്ലായിരുന്നു. കല്യാണപ്പെണ്ണിന് വേണ്ടി ഭയങ്കര ബിസിയല്ലേ, ഷോപ്പിങ്ങും കാര്യമായിട്ടൊക്കെ കല്യാണപ്പെണ്ണ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കേശു ആദ്യക്കുട്ട ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ, ആദ്യക്കുട്ട ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് ചിണുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആദ്യക്കുട്ടനെ കാണാൻ വേണ്ടിയാണ് കേശു വരണത് തന്നെ. അപ്പോൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, ആദ്യം ഒരു വീട്ടിൽ ആദ്യം അച്ഛൻ്റെ ഇവിടെ അങ്ങ് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൊണ്ടുവരും, ആദ്യക്കുട്ടനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ആദ്യക്കുട്ടൻ വന്നാലേ ഞാൻ കയറുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഓരോ കുരുത്തക്കേട് ഓരോ പെർഫോമൻസൊക്കെ കാണിച്ച് അങ്ങനെ ആൾ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധം വീട്ടിലോട്ട് കയറി. അപ്പോൾ ചേച്ചിക്ക് ഇവിടെ പ്രീ പ്രൈമറി സ്കൂളാണ് കേട്ടോ അവരുടേത്, അങ്ങനെ ലക്ഷ്മി പ്രീ പ്രൈമറി സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പോർഷനിലാണ്. ഇത് ഒരു വല്യമ്മേരെ വീടായിരുന്നു, ഇപ്പോൾ അവിടെ ആരുമില്ല, അവരെല്ലാവരും അറിയാമല്ലോ കുടുംബ വീടിൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെ, അവരൊക്കെ ഇവിടെ നിന്ന് പോയി. അങ്ങനെ കേശുത വീടിനകത്ത് കയറൂല, അവിടെ നിൽക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പൊന്നി അരച്ചതാ? അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കല്യാണ പെണ്ണ് വരച്ചതാണ് ഈ പടങ്ങൾ ഫുള്ള്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ, പൊന്നിയാണ് വരച്ചതെന്ന്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം, ഞാനും ചേച്ചിയും ഒരുപോലെ ഇരിക്കണമെന്നാണ് കേട്ടോ എല്ലാവരും പറയണത്. പണ്ടേ അങ്ങനെ പറയും നമ്മൾ ഒരേപോലെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നണുണ്ടോ ഞങ്ങൾ ഒരുപോലെയാണ് ഇരിക്കണതെന്ന്? ഇപ്പോൾ ചേച്ചി കുറച്ചും കൂടെ കല്യാണം പറയാനൊക്കെ ഇറങ്ങി കുറച്ചും കൂടെ ഒന്ന് വണ്ണമൊക്കെ കുറഞ്ഞ് ഉണങ്ങിപ്പോയി. പിന്നെ ഭയങ്കര ടെൻഷനാണെന്ന്, ഒറ്റ മോളേ ഉള്ളു. അപ്പോൾ പിന്നെ കല്യാണം ആകുമ്പോൾ പറയുകയും വേണ്ടല്ലോ. ചേച്ചി പറയണം രാത്രി ആയി ഇപ്പോൾ ഉറക്കമില്ല, ഭയങ്കര സങ്കടം. അവർ അമ്മയും മോളൊക്കെ ഒറ്റക്കെട്ടാണ്, ഭയങ്കര കൂട്ടി. പ്രത്യേകിച്ച് അമ്മയും മോളും കൂടെയൊക്കെ ആകുമ്പോഴേക്കും പിന്നീട് മോള് വളരുമ്പോഴേക്കും അവരങ്ങ് കൂട്ടുകാരികളെ പോലെ ആവുമല്ലോ. അപ്പോൾ അതുപോലെ ആയി. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമം, രാത്രി ആയാൽ ഉറക്കമില്ല, എൻ്റെ കൊച്ച് പോവേയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നേ. പൂച്ചേനെ നല്ലോണം കളർ ചെയ്തു, പക്ഷെ മഞ്ഞ പൂച്ച
യെല്ലോ കളർ ക്യാറ്റ് ഉണ്ടോ മക്കളെ? ഇത് നോക്കി, ഇതൊക്കെ ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആദ്യം വരും എന്ന് പറഞ്ഞു. പിന്നെ അമ്മ വിളിച്ചത് നിജി എന്നല്ല വിജി എന്നാണ്. ചേച്ചിയുടെ പേര് വിജി എന്നാണ്, എൻ്റെ പേര് നിജി. അങ്ങനെ അതുകൊണ്ട് സാമ്യം. അപ്പോൾ കേശു ഇങ്ങനെ ആദ്യം വന്നില്ല, ആദ്യക്കുട്ടൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അവനൊരു അനിയത്തിയെ കൊടുക്കണം കളിക്കാൻ, ഇല്ലെങ്കിൽ അവൻ കീറി വിളിക്കുമോ? കിട്ടില്ല. നാളെ തോന്നുന്നു നോക്കട്ടെ ചേച്ചി വരച്ചത്. കുഞ്ഞു ചേച്ചിയുടെ പെയിന്റിങ് കൊള്ളാം. ആര് ചെയ്തതാണ്? അങ്ങനെ ചേച്ചി മോള് വരച്ച വേറെ പെയിൻറ്റിംഗ് ഒക്കെ എടുത്തുകൊണ്ട് കാണിക്കുകയാണ്. ഈ അമ്മമാർക്കുള്ള കുഴപ്പം അതാണല്ലോ, നമ്മളിങ്ങനെ മക്കളെ എന്തെങ്കിലും ഇതുപോലെ കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തോന്നുമല്ല. ആ ഒരു അമ്മയാണ് അവിടെയും കണ്ടത്. ചേച്ചി ഇങ്ങനെ ഇത് പൊന്നി വരച്ചതാണ്, അത് പൊന്നി വരച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പൊന്നി നന്നായിട്ട് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനുള്ള സമയമായി. അങ്ങനെ ചേച്ചി ചായ ഇടാനായിട്ട് വന്ന് അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടും ഈ പറയും പോലെ നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മിസ്സാവണ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെപ്പോഴും വന്നുകൊണ്ടിരിക്കണം ഇതുപോലത്തെ നമ്മളെ ബന്ധു വീടുകളൊക്കെ നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് മിസ്സാവും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വരണത്. കൊച്ചിരുന്നേ അങ്ങനെയല്ലല്ലോ, അയലത്ത് വരുമ്പോഴേക്കും മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ വരും. അങ്ങനെതാ അവർ വീടും അടുക്കളയും ഒന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല കേട്ടോ, പണ്ടത്തെ പോലെ തന്നെ. അപ്പോൾ ചേച്ചി ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കേക്കൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റായിട്ടേ വരുള്ളൂ അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് കല്യാണ പെണ്ണ് വാവച്ചിരി കൂട്ടത്തിൽ വാവച്ചി എൻ്റെ കുഞ്ഞമ്മയുടെ മോൾ അവളെ കൂടെ സാധനങ്ങളൊക്കെ എന്തൊക്കെ വാങ്ങാനായിട്ട് ആറ്റിങ്ങിൽ പോയിരിക്കുകയായിരുന്നേ. പിന്നെ ഇവർക്ക് എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും ആറ്റിങ്ങിലോട്ട് പോകണം. അപ്പോൾ എന്ത് പറയാനായിട്ട് അങ്ങനെ നല്ലൊരു ചായയൊക്കെ കുടിച്ചും കൊണ്ട് ഇനി മുളയൻ്റെ അടുത്തോട്ട് പോകണം. അവിടെയും കൂടെ പോയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഒരു ഞായറാഴ്ച കിട്ടിയത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അതാണ് കല്യാണ പെണ്ണിൻ്റെ അച്ഛനാണ്, ചേച്ചിയുടെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. ഇതാണ് കല്യാണ പെണ്ണ്. അപ്പോഴേക്കും കല്യാണ പെണ്ണെത്തി. ഇവിടേക്ക് പന്നിയും കുരങ്ങനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. പന്നി ഇറങ്ങും കൂടുതലായിട്ട്. അപ്പോഴങ്ങനെ എന്തോ ആണ് കേശു പറഞ്ഞത്, ഞാൻ മറന്നുപോയി. എന്തോ പന്നി ഇറങ്ങി വരും. പന്നി ഇറങ്ങി വന്നിട്ട് കല്യാണ പെണ്ണിനെ കടിച്ചുകൊണ്ട് പോവും. അപ്പോൾ കല്യാണ ചെറുക്കൻ നോക്കുമ്പോൾ അയ്യോ എൻ്റെ കല്യാണ പെണ്ണിനെ കാണാനില്ലേ, അങ്ങനെ എന്തൊക്കെയോ കേശു പറയായിരുന്നു. അത് കേട്ടാണ് എല്ലാവരും ചിരിച്ചത്. അങ്ങനെ ഇനി നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി മുളയൻ്റെ അവിടെ പോകണം. അവിടെ പോയതിന് ശേഷം പിന്നെ വീട്ടിലോട്ട്. അപ്പോഴും കേശു അപ്പോൾ വാവച്ചിയെ കണ്ടപ്പോൾ വിചാരിച്ച് അവളെ കൂടെ ആദ്യക്കുട്ടനും വരുമെന്ന്. അപ്പോൾ ആദ്യം വരാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആദ്യക്കുട്ടനെ കണ്ടില്ല എന്നൊക്കെ. അപ്പോൾ അവന് കളിക്കാൻ ആൾ വേണം, അത് തന്നെയാണ് പ്രധാന കാരണം. പിന്നെ അതുപോലെ ഞാൻ ഈ ഡ്രസ്സ് ഈ ചുരിദാർ ഇനോഗ്രേഷൻ ഇട്ടിട്ട് പിന്നെ ഇന്നാണ് ഇടുന്നത്. അതിനിടയ്ക്ക് വേറെ ഇടേണ്ട ആവശ്യമൊന്നും വന്നില്ലല്ലോ. സത്യം പറഞ്ഞ് ഇനോഗ്രേഷൻ ഇട്ടിട്ട് ഇത് കഴുകിയൊന്നുമില്ല കേട്ടോ, കൊണ്ട് ഉണക്കി അങ്ങ് വെച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും ഒന്ന് കഴുകണം. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് കൂടെ ആയിട്ട് ഇനി വേണം കഴുകി വയ്ക്കാനായിട്ട്. പിന്നെ ഈ പറയും പോലെ എന്നെ കണ്ടിട്ട് വല്യമ്മ കുറേ നാളായി കേട്ടോ. ഈ വീഡിയോയിൽ കൂടെയൊക്കെ അത് കാണുന്നത് തന്നെ. അങ്ങനെ വല്യമ്മ എന്നെ ഒരു കെട്ടിപ്പിടിച്ച് ഒരു മുത്തമൊക്കെ തന്നിട്ടൊക്കെയാണ് വിട്ടത്. നമുക്ക് ചില സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളെന്തോ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്യുമല്ലോ. നമ്മൾ കുറേ ഇവരെയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടും മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തും അപ്പോഴൊന്നും ഒന്നും തോന്നില്ല. ഇങ്ങനെ കുറേ നാൾ കാണാതിരിക്കുമ്പോഴേക്കായിരിക്കും നമുക്ക് അവരെയൊക്കെ മിസ് ചെയ്യണതല്ലേ. അപ്പോൾ നമ്മൾ പോകണമെന്നൊക്കെ പറയുമ്പോഴേക്ക് ഒരു സങ്കടമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ പറയുമായിരുന്നല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണത്തിന് വരണമെന്നുള്ളത്. പക്ഷേ വരാൻ പറ്റൂല. അവർക്കും അറിയാം കടയും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ പറ്റൂല എന്നറിയാം. ചേച്ചിക്കാണെങ്കിൽ ഒറ്റ മോളേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു കല്യാണവും ഇല്ല. പിന്നെ ഇനി ചേച്ചിക്ക് ഒരു അനിയനുണ്ട്. അപ്പോൾ അണ്ണനുണ്ട് 2 മക്കൾ. ടീച്ചറാണ്. എനിക്ക് എക്സാമും ഉണ്ട്, ചേട്ടനും ഉണ്ട്. ഇടി അതിന് അന്ന് ചെല്ല്, അവരോടെ പോണം. വേണ്ട വണ്ടി പോവാ. അവർ വണ്ടി പോകാൻ പറ്റൂല. ഫ്രണ്ട് അങ്ങ് പോവാ.
ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ഇവിടെ വേണ്ട അയിലത്ത് വാങ്ങുക ആദ്യം അവിടെ നിൽക്കണം അയിലത്ത് അവരൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഒന്നും വേണ്ട മക്കളെ ആദ്യം കണ്ടാൽ മതി ചായ വേണോ എടാ ഇതും അയിലം തന്നെ. ആ ശരി ശരി ശരി, ആ അയിലത്ത് പോവാം. കേശുക്കുട്ടനാണെങ്കിൽ നമ്മൾ വന്ന സ്ഥലമല്ല അയിലം. അയിലം എന്ന് പറയുന്നത് മോളിയമ്മാമയുടെ വീടാണ്, അത് മോളിയൻ്റെ വീടാണ് അയിലം. അപ്പോൾ അയിലത്ത് പോവാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആദ്യമൊക്കെ ഉള്ളൂ. അപ്പോൾ ലച്ചുവും പാറും എല്ലാവരും വന്നെന്ന് പറഞ്ഞപ്പോഴേക്ക് കേശുവിന് പിന്നെ അങ്ങോട്ട് പോയിക്കോളാൻ വയ്യാതെയായി. അപ്പോൾ ആദ്യക്കുട്ടനെ കണ്ടപ്പോഴേക്ക് കുറേ എടാ നിനക്ക് നേരത്തെ വന്നുകൂടായിരുന്നാടാ അങ്ങനെ ഇടന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടൻ്റെ അച്ഛൻ്റെ അതായത് അതിൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി കേട്ടോ. അപ്പോൾ അവൻ ആ ഒരു ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ തലേ ദിവസം എന്തോ അവിടെ ഉത്സവം ഉണ്ടായിരുന്നു. ഉത്സവത്തിന് പോയിട്ട് അവർ വെളുപ്പാൻ രാവിലെ എന്തോ ബൈക്കിൽ വന്ന സമയത്ത് ബൈക്ക് കൊണ്ട് മതിലിടിച്ചിട്ട് അവൻ്റെ കൂടെ പഠിച്ചതാണ് വെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ. അപ്പം ആ പയ്യനങ്ങ് മരിച്ചു പോകുമ്പോഴറിയാമല്ലോ ആ ഒരു ഇതിലായിരുന്നു അവൻ. അപ്പം അവനെ മരണത്തിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഇവിടെ കൊള്ളാം, ഈ സൈഡ് നോക്കിയാൽ ഈ സൈഡ് കൊള്ളാം. അങ്ങനെ നമ്മൾ എന്താ മോളിയൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇനി കാർ അവിടെ പാർക്ക് ചെയ്യണമല്ലോ. അങ്ങനെ വാവയൊക്കെ വന്ന കാർ അവിടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളെ കാറ് കുറച്ച് ഒന്നാമത് നമുക്ക് സ്ഥലം പരിചയമില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളെ സ്ഥലം പോലെ അല്ലല്ലോ, ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ കുറച്ച് കൂടുതലാണല്ലോ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴേക്ക്. അപ്പോൾ അത് നമുക്കൊരു പരിചയക്കുറവാണ് കേട്ടോ. പണ്ട് എപ്പോഴും അയലത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ കുറേ നാളെ അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഇന്നിതാ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി വേണം മോളിയൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അവരുടെ ഒറിജിനൽ വഴി ഇതല്ല, നമ്മൾ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ ഇതുവഴിയേ വരാൻ പറ്റും. നമ്മൾ വിളയിൽ വന്നതേ നിനക്കൊരു പുണ്യം. വയനാട് പോയപ്പോ ചെമ്പ്ര പീക്ക് അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഇട്ട് കീറണം. അങ്ങനെ ചെരുപ്പ് ഇതാ നിന്റെ ചേട്ടനാണ്. അപ്പൊ പറഞ്ഞു പോ ഇതാണ് എന്റെ ചേട്ടൻ. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ എല്ലാവരും മോളിയുടെ വീട് താഴെ ഇനിയിപ്പോഴുണ്ടല്ലേ മോളിയൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോഴേക്കും വലിയൊരു മല പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. മല പോലെ ഒരു സംഭവമല്ല, മലയെന്ന് പറയാൻ റബ്ബർ കാടാണ് കൂടുതൽ അങ്ങോട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമ്മൾ വയനാട് പോയപ്പോഴേക്ക് ഈ ചേമ്പ്ര പീക്കിൻ്റെ ആ ഒരു അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കുള്ളതേ. അങ്ങനെ വന്ന ഉടനെ പിന്നെ ഇവിടേക്ക് വന്നാൽ ഭയങ്കര വിശപ്പാണല്ലോ. അങ്ങനെ നേരെ ചോറ് കഴിക്കാനായിട്ട് കയറി. പൊന്നിയിറങ്ങി ഞാനും വരണയില്ലത്ത് എവിടെയാന്ന് അവിടെ വരണ്ട. അവിടെ പന്നിയുണ്ട് കല്യാണ പന്നി അടിക്കണമെങ്കിലേ കല്യാണ ചെറുക്കൻ വന്നിട്ട് അയ്യോ എന്റെ കല്യാണ പെണ്ണിനെ പന്നി അടിച്ചേ കല്യാണ പെണ്ണിനെ. അപ്പോൾ ചേട്ടൻ കാണാതെയാണ് ഞാൻ ചോറ് കഴിക്കണത് കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് 2-3 ദിവസം കൊണ്ട് ഭയങ്കര വയറുവേദനയായിരുന്നേ. വയറുവേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി ഫാറ്റി ലിവർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് തന്നെ എന്തോ. ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് വയറുകൊണ്ടൊരു പെരുക്കം പോലെയും പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ വേദനയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കിടന്നങ്ങ് പിടയും പോലെയാണ് കേട്ടോ എനിക്ക് വേദന. ഒരു 5 മിനിറ്റ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരും. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞിരുന്നു നീ ഒരു കാര്യം ചെയ്യും, 2-3 ദിവസത്തേക്ക് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി, അധികം ഫുഡ് എടുക്കണ്ട. അപ്പം ഞാനും പറഞ്ഞില്ല ചേട്ടാ ഞാൻ കഴിക്കൂല, എനിക്ക് കഴിക്കുമ്പോഴത്തേക്കാണ് വയറുവേദന. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. വേറെ വല്ല ജലദോഷ പനിയൊക്കെ വന്നാൽ മൈൻഡ് ഒരു ചെയ്യൂല, പക്ഷെ ഇങ്ങനെ വയറുവേദന വേറെയൊക്കെ പറഞ്ഞ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയും ഒന്നും കഴിക്കൂലെന്ന് പറയും. പക്ഷെ അത് ഞാൻ രാവിലെ കാപ്പി കുടിച്ചില്ലേ, രാവിലെ എനിക്ക്
ആ ദോശയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ കഴിച്ചില്ല. അപ്പോൾ ചേട്ടൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഗുളിക വാങ്ങിച്ചിട്ട് ദശമൂല അരിഷ്ടം നല്ലതാണെന്ന് ആരോ പറഞ്ഞിട്ട് ദശമൂല അരിഷ്ടം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ ഈ അരിഷ്ടമൊക്കെ കുടിക്കുന്നതിന് കൊല്ലണേന് സമമാണ്. അതുപോലെ തന്നെ മരുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണോ. ഈ ഒന്നും വേണ്ട, ഗുളിക കഴിക്കാനേ മടിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റംസാൻ്റെ അന്നത്തെ വ്ളോഗല്ല കേട്ടോ, തലേ ദിവസത്തേതാണ്. അപ്പോൾ ഞായറാഴ്ച എനിക്ക് ആ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എക്സാമിനായിട്ടൊക്കെ അങ്ങ് പോയി. രാവിലെ കാപ്പി ഉണ്ടാക്കിയതുമില്ല, കുടിച്ചതുമില്ല. രാവിലെ കാപ്പി ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേശുവിന് മറ്റേ കോൺഫ്ലെക്സ് ഒക്കെ കാച്ചി കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ചേട്ടനും ഫുഡ് കഴിച്ചില്ല, ഞാനും കഴിച്ചില്ല. തിരിച്ചു വരണ വഴിക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ബിരിയാണി, പൊറോട്ട ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വേണ്ട, എനിക്കാണെങ്കിൽ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഊണ് കഴിക്കണം കേട്ടോ, മീൻ കറിയൊക്കെ കൂട്ടി. അങ്ങനെ ഞാൻ എവിടെന്നെങ്കിലും ഒരു ഊണ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടൽ കാണിച്ചതാ എനിക്ക് അവിടെ കയറി കഴിക്കാം. ആ സിറ്റിക്കകത്ത് നമ്മൾ അങ്ങ് കുണ്ടമൺ കടവ് അങ്ങാണ് പോയതെന്ന്. ചിലപ്പോൾ അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിൻ്റെ അപ്പുറത്താണ് നമുക്ക് എക്സാമൊക്കെ ഉള്ളത്. അവിടെ നിങ്ങൾ ഏറ്റവും വരെ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലായിടവും ബിരിയാണി കോർണർ അത് ഇതൊക്കെ തന്നെ. പക്ഷേ ഒരു കണക്കിന് ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ വരുമ്പോഴാണ് കുറേ കൂടെ എനിക്ക് എന്താ എനിക്കറിയില്ല, നമുക്ക് തോന്നണത് കുറേ കൂടെ ഹോട്ടലുകളുടെ എണ്ണം കൂടുതൽ ഇപ്പം നമ്മളെ സ്ഥലത്താണ്. അങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് നല്ല ഒരു ഊണ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരിടത്ത് ഊണില്ല, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട്. പിന്നെ ബിരിയാണി അല്ല, എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്, എന്തൊരു ഒരു കുന്തം ചോറ് തന്നെ, ചോറും അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റീൽസ് ഇട്ടിരിക്കാമേ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെയൊക്കെ ചേർത്താൽ ഇതിങ്ങനെ നീണ്ട് വ്ളോഗ് വലുതായിപ്പോൾ. അപ്പോൾ എന്തോ നോർത്ത് ഇന്ത്യൻ മീൽസ് എന്ന് അങ്ങനെ എന്തൊരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ചോറും അതുപോലെ ഒരു കോവയ്ക്ക കറി ഉണ്ടായിരുന്നു കേട്ടോ, മെഴുക്ക് ഉരട്ടി പോലെ കിടിലൻ ടേസ്റ്റായിരുന്നു. പക്ഷേ അതിൽ ചിക്കനായിരുന്നു. എനിക്കൊത്തിരി മീൻകറി കൂട്ടാനായിരുന്നു കൊതി. അതും കഴിച്ചും കൊണ്ടാണ് വന്നത്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് രാത്രി ഒന്നും കഴിക്കേണ്ട, വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് എങ്ങനെ കാച്ചി കുടിച്ചാൽ മതിയെന്ന്. ഇവിടെ വന്നപ്പോൾ മോളേൻ്റെ പറഞ്ഞ്, മക്കളെ വാ കഴിക്കാനായിട്ട് മീൻ പൊരിച്ചതുണ്ട്, മാങ്ങയും ചക്കക്കുരുവും കൂടെ കറി വെച്ചതുണ്ട്, മീൻകറിയുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കൺട്രോളിൽ പോയി. അങ്ങനെ ഞാൻ ചേട്ടൻ കാണാതെ ഒളിച്ച് വന്ന് നിന്നാണ് ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നത്. ഞാൻ ഇതും കൂടെ കഴിച്ചിട്ട് വയറുവേദനയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ അങ്ങനെ ചോറും ആ പൊരിച്ച മീനും അതുപോലെ തന്നെ ചക്കക്കുരുവും മാങ്ങയും കൂടെ ഒരു കൂട്ടുകറി പോലെ വയ്ക്കുമല്ലോ, ഭയങ്കര ടേസ്റ്റാണ് അതുമൊക്കെ ഇവിടെ കഴിച്ച്. അപ്പോൾ ഞാൻ കഴിക്കണേണ്ടപ്പോൾ അമ്മയ്ക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കണേണ്ടപ്പോൾ അത് അവരും കൂടെ വാങ്ങിച്ച് കഴിക്കണം. ഇനി നമുക്ക് ഇവിടെ കയറിയിട്ട് അങ്ങ് വീട്ടിൽ പോകണം. ഇപ്പം തന്നെ നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീടെത്തണം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കേശു അവിടെ കളി തുടങ്ങി. കേശു കളി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ എല്ലാവരും കൂടെ ചേർന്നിരിക്കുകയല്ലേ, ഞെറുങ്ങിണി പെറുങ്ങിണികളെല്ലാം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭയങ്കര കളിയായിരിക്കും അവിടെ. അപ്പോൾ ഇവരൊക്കെ കല്യാണത്തിനായിട്ടൊക്കെ വന്നതാണ്. സ്കൂളും അടപ്പ്. പിന്നെ ഇനി ഇവിടെ വന്ന് നിന്നിട്ട് ആ പറ്റില്ല, ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിൽക്കാമല്ലോ ഇവളുമാർക്ക്. ഇനി അത് കഴിഞ്ഞ് കല്യാണം കൂടെ കഴിഞ്ഞേ പോവുള്ളൂ. അങ്ങനെയാണ് പെട്ടിയും പൊക്കണവും എടുത്ത് എല്ലാവരും കൂടെ ഇവിടെ വന്നത്. കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ അങ്ങോട്ട് പരിദോഷണം പറയൊക്കെ ആയി, അതായി ഇതായി, അവരെ കുറ്റമായി ഇവരെ കുറ്റമായി, അവർ പറഞ്ഞതായി, അതൊക്കെയാണല്ലോ പിന്നെ നമ്മൾ അടുത്ത പരിപാടികൾ. ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവിടെ ചെന്നിരുന്നതാണ്. അപ്പോൾ ആറുകുട്ടി അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതൊക്കെ കണ്ടില്ല, ഞാനിത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് കേട്ടോ സംഭവം. അങ്ങനെ വാവച്ചിയും ബിജുനും കൂടെ പോയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ കട്ടൻ ചായ മാത്രമേ, പാൽ ചായ കുടിക്കുമെന്നാലും കൂടുതലും കട്ടൻ ചായയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടം കൂടുതൽ. രാവിലെ ആയാലും അങ്ങനെ എന്നെ കട്ടൻ കൊടുത്താൽ അത്രയും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പാൽ ചായ ഇടുമ്പോൾ കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അവർ പോയിട്ട് എന്തോന്ന് വാഴയ്ക്കപ്പവും അതുപോലെ തന്നെ വടയും ഉള്ളിവടയും മോദകമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പോൾ ആ ഉള്ളിവട കണ്ടപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ വാഴയ്ക്കപ്പം ഫാനാണ് ഞാൻ. എനിക്ക് വാഴയ്ക്കപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത്തയ്ക്കപ്പം, അതിൻ്റെ ഫാനാണ് ഞാൻ. വേറെ അങ്ങനെ എന്തോന്ന് പറയാനായിട്ട് ഉഴുന്നോടെയൊക്കെ കഴിക്കും എന്നുണ്ടെങ്കിലും എനിക്ക് വാഴയ്ക്കപ്പം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമേ കഴിക്കുകയുള്ളൂ.
അങ്ങനെ ആ ഉള്ളിവട കണ്ടപ്പോൾ നല്ല മുരിഞ്ഞ ഉള്ളിവട കേട്ടോ, കണ്ടപ്പോഴേ കൊതി തോന്നി. അങ്ങനെ ഞാൻ പകുതി ഉള്ളിവടയും എടുത്ത് പകുതി വാഴയ്ക്കപ്പവും എടുത്ത്. കേശുവിനും വാഴയ്ക്കപ്പമാണ് ഇഷ്ടം. കേശു അത് അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആടി ഒലഞ്ഞ് കളിച്ച് കടിച്ചുകൊണ്ടൊക്കെ പോയി വീണ്ടും അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെയും ലച്ചു വീണ്ടും കൊണ്ടുവരികയാണ് വാഴയ്ക്കപ്പം. ഈ പിള്ളേരാണെങ്കിൽ പോയിട്ട് ഒരുപാട് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്ത്. എന്നിട്ട് അത് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് അവിടെ ആർക്കും കൊടുക്കാതെ നേരെ മുറി കൊണ്ടുവന്ന് നമുക്കാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുമൊക്കെ കഴിച്ചിട്ട്, അതുമല്ല നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ എന്ത് പൊരിച്ചിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. പക്ഷേ ഭയങ്കര ചൂട്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ അയലത്ത് നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ചൂട് സമയത്ത് വന്നാലും തണുപ്പാണ്. പക്ഷെ ഇപ്പം ഒരു രക്ഷയുമില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഇവിടെ പന്നി, ഭയങ്കര പന്നി ശല്യമാണ് ഇവിടെ. പന്നിയെ കാരണം ആൻറ്റിക്ക് ഒന്നും നടാൻ പോലും പറ്റൂല. എല്ലാം പന്നി ചവിട്ടി മെതിച്ചിട്ടേക്കും. ആൻറ്റി പറയണേക്കാൻ രാത്രി ആകുമ്പോഴേക്കും ആൾക്കാർ നടക്കും പോലെ തോന്നുന്നു. അതുപോലെയാണ് ബഹളം ഇവിടെ. അതാ ഫാമിലി ഇവിടെയാണ് വരണത്, 1ഉം 2ഉം ഒന്നുമല്ല. അതുപോലെ കുരങ്ങന്മാരും വരുമെന്ന് പണ്ടൊന്നും ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. എന്നെ ജനിച്ച് ഞാൻ ആദ്യമായിട്ട് വന്നതേ അയലത്തോട്ടാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് പേര് വെട്ടി, അമ്മയുടെ സ്ഥലം അയലല്ലേ, അമ്മയുടെ കുടുംബ വീടും അമ്മാമ്മയും അച്ചാച്ചനൊക്കെ ഉള്ള അയലത്തായതുകൊണ്ട് അമ്മ പറയും മെഡിക്കൽ കോളേജിൽ നിന്ന് പേര് വെട്ടി. ഞാൻ നേരെ വന്നത് അയലത്താണ്. അന്നൊന്നും ഈ പന്നിയോ കുരങ്ങനോ ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഇവിടെ നിന്ന് അറിഞ്ഞൂടെ പെറ്റു പെരുവി കിടക്കുകയാണെന്ന് തോന്നണം. മാങ്ങയും ചക്കയും മാങ്ങയൊന്നും കിട്ടേയില്ലെന്ന് ആൻറ്റി പറയണം. ചക്കയും മാങ്ങയെല്ലാം കൊണ്ടുപോകണത് കുരങ്ങനാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വാഴയ്ക്കപ്പവും അതുപോലെ തന്നെ ഉഴുന്നോടെയും കൂടെ നല്ല പരദൂഷണവും. ഓ നിറയെ നിൽക്കല്ലേ. കഴിഞ്ഞ രാജേഷ് മറ്റേ പുതിയ മോഡലിൽ തുണി കെട്ടി ഓ ഓ ഓ അന്ന് വാവ പറഞ്ഞു 500 ചറുക്കി വീഴുന്നുണ്ട്. അയ്യോ നല്ല മാങ്ങ തന്നെ. ആൻറ്റിക്ക് ഇവിടെ 2-3 മൂട് മാവുണ്ട്. അതെല്ലാം അങ്ങ് കൊന്നത്തെങ്ങ് പോലെ മണ്ടേ പോയിട്ട് ഒരു രക്ഷയില്ല അതിനെ അടത്തെടുക്കാനൊക്കെ ആയിട്ട്. അതുപോലെ താളി മാങ്ങയാണ്, നിറയെ കാച്ചിട്ടുണ്ട്. അപ്പം അവിടെ 2 എണ്ണം വീണ് കിടക്കുകയാണ്. ആൻറ്റി എനിക്ക് പന്നി പോയ വഴിയെ എന്നെ കൊണ്ട് പോവുകയാണ്. കണ്ടാൽ മനുഷ്യൻ നടന്നിരിക്കും പോലെ തോന്നും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങിയ നല്ല രസമാണ് കേട്ടോ. അവിടെ ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സന്ധ്യയായി, ഇപ്പോൾ താമസിച്ചു പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടൊന്നും വിടൂലേ ഇവരും. നമ്മളിവിടെ അയലത്ത് വരുമ്പോഴ സമയത്തൊക്കെ, ഞങ്ങളന്ന് കൊച്ചല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് താഴോട്ട് പോയി. വല്ലപ്പോഴും ഇവർ മാത്രം കൊണ്ടുപോകും. അവിടെയൊക്കെ പിന്നെ റബ്ബർ കാട് പോലെ അധികം ആളും പേരും ഒന്നുമില്ല. അപ്പോൾ ആൻറ്റി ഇത് കാണിച്ചു തരുന്നത്, ഇത് കണ്ട ഈ വഴി എല്ലാം തെളിച്ചിട്ടിരിക്കുന്നത് പന്നിയാണെന്ന് പറഞ്ഞിട്ട് ആൻറ്റി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു പറങ്കി മാവ് ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് അതിലിങ്ങനെ ഒരു ശിഖരം ഇങ്ങനെ താന്നിരിപ്പുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ അതിൽ കയറി ഇരിക്കുമായിരുന്നു ഇവിടെ വരണ സമയത്ത്. പിന്നെ ഈ ഭാഗത്താണ് അമ്മാമ്മയെ അടക്കിയിരിക്കണതും. അപ്പോൾ എന്ന് പറയാൻ കുറേ ഓർമ്മകളാണ് ഇങ്ങോട്ട് വരുമ്പോഴേ. മുമ്പ് നമ്മൾ അവധി കിട്ടുമെങ്കിൽ അപ്പോഴും പോവും അയലത്ത്. അമ്മയുടെ സ്ഥലം കൂടെ അല്ലേ, അമ്മ വീട്, ഓടിപ്പോവും. ഇപ്പം ആർക്കും സമയവും ഇല്ല. അമ്മയൊക്കെ പോകും കേട്ടോ. അമ്മയൊക്കെ ഇപ്പം എപ്പോഴും എന്ത് കാര്യത്തിനും ഓടി പൊയ്ക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് മാത്രമേ സമയമില്ലാതെ ഉള്ളൂ. പിന്നെ അവരായിരുന്നാലും വാവച്ചിയും വാവയായിരുന്നാലും എന്ത് കാര്യത്തിനും ഇങ്ങോട്ട് വരും. നമ്മൾ ഈ അങ്ങോട്ട് പോക്ക് മാത്രമേ കുറവുള്ളൂ. അവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ഈ ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. ഇവർ നമ്മൾ അങ്ങനെയാണ് വിളിപ്പിച്ചത്. നമ്മളെ നല്ല ഞാനാണ് ഏറ്റവും മൂത്തത് കേട്ടോ കുടുംബത്തിൽ. നമ്മളെ കുടുംബത്തിൽ പെണ്ണുങ്ങൾ മാത്രമാണ്, പെൺപടയാണ്. അമ്മയ്ക്ക് 3 പെണ്ണുങ്ങൾ, അമ്മയ്ക്ക് 2 അനിയത്തിമാരായിരുന്നു. അപ്പോൾ അവർക്ക് 3 പേർക്കും കൂടെ ചേർന്നിട്ട് 5 പെൺമക്കളാണ്. അതിൽ ഒരാണേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് പെണ്ണുങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ. അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരു ചക്ക നിൽപ്പുണ്ട്. ആ ചക്ക ഒന്നും പരുവായില്ല. ആൻറ്റി പറയുന്നുണ്ട് ആൻറ്റിക്ക് കിട്ടൂല, അത് മിക്കവാറും പന്നി അല്ലെങ്കിൽ കുരങ്ങൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാ ഈ വഴിയൊക്കെ കണ്ട, അതെല്ലാം പന്നീരെ വഴികൾ. ആൻറ്റി ഇത് വരിക്കണോ? ആൻറ്റി വരിക്കല്ല മോളെ, നമ്മളിന്ന് രാവിലെ വരിക്കച്ചക്ക എന്നിട്ടാണ് പുഴുവാണ്. പിന്നെ വിചാരിച്ചിരിക്കാതെ ഉള്ള ഒരു പോക്കായിരുന്നു കേട്ടോ ഇന്നത്തത്. ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. പിന്നെ അതുമല്ല നമ്മൾ ചെല്ലുമ്പോഴേക്ക് വാവച്ച അവിടെ കാണുമെന്നറിയാം. അവളെ വീട് അതിൻ്റെ അടുത്താണല്ലോ. പക്ഷെ വാവ നെടുമ്പങ്ങാടാണേ. അവളിന്ന് വരുമെന്നും അറിഞ്ഞില്ല. നമ്മൾ ചെന്നപ്പോഴത്തേക്കാണ് അവളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാനും പറ്റി. ഇനി ഏകദേശം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നേരെ തിരിച്ചു പോകണം. അപ്പോൾ ആൻറ്റി പറയായിരുന്നു ഇന്ന് അവിടെ നില്ല, നാളെ പോവാമെന്ന്. ഒരു രക്ഷയും ഇല്ല. നിൽക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ നിൽക്കാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ല. വീട്ടിൽ പോയാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പോവാനായിട്ടൊക്കെ ഇറങ്ങിയാണ്. കേശുവിൻ്റെ കളി തീർന്നില്ല. കേശുവിന് എല്ലാവരും അവർക്ക് ഈ പറയും പോലെ അങ്ങനെയല്ലേ, അവർക്ക് അവരുടേതായ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോഴല്ലേ അവർക്ക് കളിച്ച് രസിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, സന്ധ്യയ്ക്ക് മുമ്പ് ഇറങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ സന്ധ്യ ആയിപ്പോയി. റോഡ് പണി നടക്കണതുകൊണ്ട് കഴക്കൂട്ടം ബൈപ്പാസ് അറിയാലോ, ഫുൾ അവിടെ പൊളിച്ചൊക്കെ അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. സ്ഥലങ്ങൾ പോലും അറിയാൻ പറ്റൂല കേട്ടോ, വരുമ്പോഴേക്ക് എവിടെ എത്തിയെന്ന് പോലും. അങ്ങനെ ഇനി എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.